നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജി കൂടി ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ശനിദോഷം ബാധിക്കുക നിമിത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി വളരെയധികം ദുർഘടകമായ അല്ലെങ്കിൽ വളരെയധികം ഒരു അധപ്പതിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള അവസ്ഥകളിലേക്കായിരിക്കും കടന്നു പോകുന്നത്. കാരണം സാമ്പത്തികമായി വളരെയധികം ഞെരുക്കം, കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത അവസ്ഥ, കടം ചോദിക്കാൻ ഇനി ആരുമില്ലാത്ത അവസ്ഥ, സ്വന്തമായൊരു മനസാക്ഷി കടം ചോദിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചാൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടേണ്ടതായ അവസ്ഥ. അതുപോലെ തന്നെ കർമ്മഫലദാതാവാണ് ശനി. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ഒരു മുന്നേറ്റമില്ലാത്ത അവസ്ഥ. നമ്മൾ ഏത് മേഖലയിലാണോ ജോലി ചെയ്ത് വേതനം ഉണ്ടാക്കുന്ന ആ മേഖലയിൽ പ്രതിസന്ധികൾ, നമ്മളുടെ ജോലി സ്ഥലത്ത് ആര് നമ്മുടെ മുഖത്തോട് മുഖം നോക്കിയാലും ശത്രുക്കളായി മാറുക, ജോലി സ്ഥലത്ത് തന്നെ ശത്രുത, വീട്ടിലാണെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങളുമായി വഴക്കുണ്ടാക്കുന്ന അവസ്ഥ, കുട്ടികളോട് പോലും കലുഷമായി അല്ലെങ്കിൽ ദേഷ്യമായി പരുഷമായി സംസാരിക്കേണ്ട അവസ്ഥ. എന്നാൽ ജോലി സ്ഥലത്ത് ചെന്ന് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാലോ മുന്നോട്ട് ജോലി ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ചാൽ ആകെ ഒരു മന്ദത, ശരീരത്തിനൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, ജോലിയൊക്കെ വർക്കൊക്കെ പെൻഡിങ്ങായി കിടക്കുന്ന അവസ്ഥ. അങ്ങനെ പല വിധത്തിലുള്ള ഒരു ദുർഘടകം പിടിച്ച വഴികളിലൂടെയാണ് ശനിദോഷം ബാധിച്ചാൽ നമ്മൾക്ക് നടന്നു പോകേണ്ട ദൈവത്തിന്. കാരണം എന്തെന്നാൽ കർമ്മഫലദാതാവായ ശനി നമ്മുടെ കർമ്മമേഖലയെ ആകെ പിടിച്ചു കുലുക്കും. നമ്മൾ എന്തൊക്കെ ദിനചര്യകളാണോ കർമ്മങ്ങളാണോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ മേഖലയിലൊക്കെ നമുക്ക് പരാജയം. കാരണം ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന നല്ല സുലഭമായി അല്ലെങ്കിൽ സുഗമമായി മുന്നോട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി ഇന്ന് മുതൽ ചിലപ്പോൾ നമ്മൾക്ക് പറ്റാത്ത അവസ്ഥ. അതായത് നമ്മൾ പറയൂ ഇന്നലെ വരെ എനിക്കത് പറ്റുമായിരുന്നു, ഇന്ന് പറ്റുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെ പെട്ടെന്നൊരു മാറ്റമാണ് ഈ ശനിദോഷം നിമിത്തമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതും. എന്നാൽ ഇത് 2025 എന്ന വർഷമാണ്. ശനിദോഷം അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ ഒരു കടിഞ്ഞാണുണ്ടായിരുന്നു ശനിയുടെ. ആ കടിഞ്ഞാൺ ശനി തന്നെ അറിഞ്ഞത് വിടുകയാണ്. അല്ലാതെ നിങ്ങളതിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു വരികയാണ്. നിങ്ങളെ ബാധിച്ചിരുന്ന ആ ഒരു പിടിവള്ളി അല്ലെങ്കിൽ ആ നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് തടസ്സമായി നിന്ന ആ ഒരു കടിഞ്ഞാൺ നിങ്ങളുടെ മേൽ നിന്ന് മാറുകയാണ്. വെല്ലുവിളികളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അലച്ചിലും ആഹാരം കഴിച്ചാലും കഴിക്കാത്ത അവസ്ഥ. അതായത് എത്രത്തോളം വല്ല വിശപ്പുണ്ടാകുന്നുണ്ട്, പക്ഷേ കഴിച്ചാലും വയറ് നിറയാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ മനസ്സിന് സന്തോഷം വരുന്നില്ല. സ്വന്തം ചുറ്റുപാടുകളിൽ പോലും സംതൃപ്തി നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ, ആകെ ഞെളിവരി കൊള്ളുന്ന ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്കാണ് ഈ 2025 മാറ്റം വരാൻ പോകുന്നത്. മഹാശനിമാറ്റം വരുന്നുണ്ട് മാർച്ച് 29. അപ്പോൾ ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് ശനി നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഞെരുക്ക്, ആ പിരിമുറുക്ക്, ആ പ്രതിസന്ധി, ആ വെല്ലുവിളി, മാനസിക സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ, ഇതൊക്കെയും ശനി മാറി നിങ്ങളിൽ നിന്ന് ആ ശനി വിട്ടുമാറി നിങ്ങളെ മോചിതരാക്കാൻ പോവുകയാണ്. നമ്മൾ പറയാറുണ്ട് ജയിൽവാസം, ഒരു ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ മോചിതരാക്കി, ആ സെല്ലിൽ നിന്ന് നിങ്ങളെ മോചിതരാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 2025 എന്ന വർഷത്തിൽ ശനിദോഷം വിട്ടുമാറാൻ പോകുന്ന ആ കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. ആദ്യത്തെ നക്ഷത്രം തന്നെ പൂയമാണ്. സന്തോഷ വാർത്തയാണ് പൂയ നക്ഷത്രക്കാർക്ക്. ഇതുവരെ നിങ്ങളെ വലച്ചുകൊണ്ടിരുന്ന ഈ കുറച്ച് നാളുകളാൽ നിങ്ങളുടെ ആകെ പ്രതിസന്ധിയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രതിസന്ധി, വെല്ലുവിളികൾ, പരിഹാസങ്ങൾ, അങ്ങനെ തുടങ്ങിയ അവസ്ഥയ്ക്ക് ഇവിടെ ഒരു അവസാനമാകുകയാണ് ഈ 2025. ഇനി മുതൽ ശനിയുടെ ഒരു സംരക്ഷണം ലഭിക്കുകയാണ് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കൂ. എന്നാൽ വിശ്വസിക്കൂ, നിങ്ങളെ ഓടിച്ചിട്ട് അടിച്ചുകൊണ്ടിരുന്ന ആ ശനി തന്നെ ഇവിടെ നിന്ന് നിങ്ങളെ സേഫാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ ഇനി ആരെന്ത് ദ്രോഹമായിട്ടോ അത് ശത്രുദോഷമായിട്ടോ വന്നു കഴിഞ്ഞാൽ പോലും അവിടെ ഒരു ചെറുത്ത നിൽപ്പായിട്ട് നിങ്ങൾക്ക് ശനി മാറുകയാണ്. നിങ്ങളെ സംരക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ശനി. കാരണം നമ്മൾക്ക് ഇതുവരെ അനുഭവിക്കേണ്ടതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശനിദോഷങ്ങൾ. അത് മാറി ഇനി നല്ലൊരു സമയത്തിലേക്കാണ് എത്താൻ പോകുന്ന. മഹാശനിമാറ്റം മാർച്ച് 29 എത്തുകയാണ്. ഇവിടെ നിങ്ങളെ ബാധിച്ചിരുന്ന ആ ശനി എന്ന ദോഷം മാറി ശനിയുടെ ഒരു സംരക്ഷണമാണ് നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. അതിനാൽ തന്നെ ഒരു പോസിറ്റീവ് ഊർജ്ജം എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ മേൽ പതിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ തോന്നുകയും ഏത് പ്രയാസമാണ് എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്ത് തീർക്കാനായി സാധിക്കുകയും ചെയ്തതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി പറയേണ്ടത്. അതുപോലെ തന്നെ സമ്പത്തില്ലാത്ത അവസ്ഥ, ഞെരുക്കമുണ്ടാകുന്ന അവസ്ഥ, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് നിങ്ങൾ, പക്ഷേ പെട്ടെന്ന് അതൊക്കെ അങ്ങ് മാറി എല്ലാം നഷ്ടങ്ങളിലേക്ക് ചെന്ന് കൂപ്പുകുത്തിയൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ആ അവസ്ഥയ്ക്കാണ് പോയ നക്ഷത്രക്കാർക്ക് മാറ്റം വരാൻ പോകുന്നത്. ജോലി പോലും ഉപേക്ഷിക്കേണ്ട വന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാവും. കാരണം നല്ല നിലയിൽ ജോലി ചെയ്യേണ്ട ആളുകൾ, പഠിച്ച് നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയ ആളുകൾ പോലും ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോ കേൾക്കുന്ന പോയ നക്ഷത്രക്കാർക്ക് അതറിയാം, മനസ്സിലാവുന്നത്. എത്ര പേര് ആ അനുഭവത്തിലൂടെ കടന്നു വന്നവർക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്കാണ് മോചനം ഉണ്ടാകാൻ പോകുന്നത്. മാർച്ച് 29 ശേഷം നിങ്ങളെ ബാധിച്ചിരുന്ന ആ ഒരു കരിനിഴൽ ആണ് നിങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപദ്രവം തന്നുകൊണ്ടിരുന്ന വ്യക്തി തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നൽകാനായി പോവുകയാണ്. കാരണം ഇവിടെ അനുഗ്രഹഭാവത്തിലേക്ക് മാറുകയാണ് ശനി എന്ന ഗ്രഹം. മാർച്ച് 29 ശേഷം വളരെ നല്ല മാറ്റമാണ് പൂയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. രണ്ടാമത്തെ നക്ഷത്രം തിരുവോണമാണ്.
ചന്ദ്രൻ നയിക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ് തിരുവോണം. ശനിയുടെ ദോഷഫലങ്ങൾ കുറയുന്ന ഒരു വർഷത്തിലേക്കാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. അവസാനിക്കാൻ പോകുന്ന വർഷമാണ്. നിങ്ങളെ ബാധിച്ചിരുന്ന ദോഷമെന്ന ശനി എന്ന ആ ദോഷമെന്ന് പറയാം. അതിനെയാണ് ഈ 2025 എന്ന ഈ മഹത്വപൂർണ്ണമായ വർഷം നിങ്ങളിൽ നിന്ന് മാറ്റാൻ പോകുന്ന ആ ദോഷ സമയത്തിനാണ് ഇവിടെ ഒരു അവസാനമാകാൻ പോകുന്നത്. ഇനി സന്തോഷമുണ്ടാകും. നിരാശ ബാധിച്ചിരുന്ന ഒരു സമയമുണ്ട്. ഇഷ്ടവിവാഹമൊക്കെ കഴിച്ച് അതിൽ പ്രശ്നങ്ങളൊക്കെ ആയി അത് ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്നവരുണ്ട്. അതിനാലൊക്കെ ഒരുപാട് നിരാശ തിരുവോണ നക്ഷത്രക്കാർ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ മക്കളുടെ വിവാഹത്തിലും ഉണ്ടായ ചില വിള്ളലുകൾ നിമിത്തം മാതാപിതാക്കൾ, തിരുവോണ നക്ഷത്രത്തിൽ ഉള്ള മാതാപിതാക്കളും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ വിഷമത്തിനൊക്കെ ഒരു അറുതിയാകാൻ പോവുകയാണ്. നിങ്ങളെ വിഷമിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങാൻ ഇവിടെ പോകുന്ന ഒരു സമയമാണ് മാർച്ച് 29 ശേഷം വരാൻ പോകുന്നത്. അനുഗ്രഹാശിസ്സുകളോടെ മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം കൂടി 2025 മാർച്ച് 29 ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മൂന്നാമത്തെ നക്ഷത്രം അനിഴമാണ്. ശനിയുടെ ദോഷഫലങ്ങൾക്ക് അവസാനം കുറിക്കുന്ന വർഷത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ 2025 വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. പുതു സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതായത് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ നല്ല കൂട്ടുകാർ ഒരുപാട് ഉണ്ടായിരുന്നു. കൂട്ടുകാരുടെ നടുവിലുള്ള ഒരു ജീവിതം. എന്നാൽ ചുറ്റും കേൾക്കാനും കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് ഒരു സമയത്ത് ഉൾവലി ഉണ്ടാവുകയാണ്. കാരണം പിന്നെ ജീവിതം ഒരു മന്ദഗതിയിലാകുന്നു. ശനിദശയുടെ പിടിയിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ വേണ്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി പഴയ പോലെ തന്നെ നമുക്ക് മിങ്കിൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു സമയമുണ്ടായിട്ടുണ്ട് അനിഴം നക്ഷത്രക്കാർക്ക്. ആ അവസ്ഥയ്ക്ക് ഇവിടെ മാറ്റം വരാൻ പോവുകയാണ്. പുതു സൗഹൃദങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സമയമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് 2025 മാർച്ച് 29 ശേഷം വളരെ മികച്ച ഒരു സമയമാണ് വന്നണയാനായി പോകുന്നത്. ശനിദോഷത്തിൻ്റെ ഒരു വെല്ലുവിളി നിങ്ങൾക്ക് മേലുണ്ടായിരുന്നു. ഏത് കാര്യം ചെയ്താലും ഇന്നലെ വരെ ചിരിച്ചുകൊണ്ടിരുന്നവരും ഇന്ന് മുഖത്ത് നോക്കി കോക്കറി കാണിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഏതാണ് അവർക്ക് പിന്നിലുണ്ടായ സഹോദരങ്ങളുമായി വരെ തമ്മിൽ തല്ലേണ്ടതായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ വളരെയേറെ മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങളിൽ നൽകിയിട്ടുണ്ട്. അതിനൊക്കെയാണ് ഇവിടെ മാറ്റം വരാൻ പോകുന്നത്. ഈ 2025 ഈ മഹത്വപൂർണ്ണമായ വർഷമെന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം അത്രത്തോളം മഹത്വപൂർണ്ണമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു വർഷമാണ്. സന്തോഷിക്കാനുള്ള ഒരുപാട് വകകൾ, സമ്പന്നനാക്കാൻ പോകുന്ന, അതായത് ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തി ഏത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച ആളുകൾക്കൊക്കെയും വളരെ നല്ല സാമ്പത്തിക ഉന്നതിയിലേക്ക്, പണ്ട് എങ്ങനെയാണോ സന്തോഷമായി ജീവിച്ച് അതിനെക്കാട്ടി ഡബിൾ സന്തോഷത്തിലേക്ക് എത്തുന്ന ഒരു ഒരു വർഷമാണിത്. അതുകൊണ്ട് തന്നെ മാർച്ച് 29 ശേഷം അനിഴം നക്ഷത്രക്കാർക്കും നല്ല സമയമാണ് തെളിയാനായി പോകുന്നത്. അടുത്ത നക്ഷത്രം മകമാണ്. കേതു ഭരിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന നക്ഷത്രമാണ് മകം. എല്ലാവിധ മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് 2025 എന്ന വർഷം. കാരണം ശനിദോഷമാണ്, അല്ലെങ്കിൽ ശനിയുടെ പിടിയാണ് നിങ്ങളിൽ നിന്ന് മാറാനായി പോകുന്നത്. ശനിദോഷം നീങ്ങുകയും ശനിയുടെ ഗുണഭാവം നിമിത്തം ഉണ്ടാകുന്ന പല വിധത്തിലുള്ള മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ആദ്യമായി സിദ്ധിക്കാനായി പോകുന്നതും. അകന്ന് നിന്ന ബന്ധുക്കൾ തിരിച്ചടുത്ത് വരുന്നൊരു സമയം. അതായത് ചില പ്രണയബന്ധങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ആളുകളും അകന്ന് രണ്ട് വീട്ടുകളിലായി താമസിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി മാർച്ച് 29 ശേഷം അത് മാറി ഒരുമിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇവിടെ ആഗതമാകാനായി പോകുന്നത്. കരുതലോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം നിങ്ങൾക്ക് ഇതുവരെ അച്ഛനും അമ്മയും എല്ലാവരും സ്നേഹിച്ച് കൂടെ ഉണ്ടായി വളരെ സന്തോഷത്തിൽ പോയി. പക്ഷേ പെട്ടെന്ന് എല്ലാവരും അകന്ന്, ആരുമില്ല. സ്വന്തം ആരോഗ്യം സ്വയം തന്നെ നോക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു ക്ഷീണിതനായ അവസ്ഥ, ആകെ മെലിഞ്ഞു പോയ ഒരവസ്ഥ. മകം നക്ഷത്രക്കാരെ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ശരീരം, നല്ല ഒരു വണ്ണമായ അല്ലെങ്കിൽ ഒക്കെ ആരോഗ്യത്തോടു കൂടി ഇരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മെലിഞ്ഞ അവസ്ഥ, മറ്റൊരാൾ കണ്ടാൽ പോലും എന്ത് പറ്റിയടാ, അല്ലെങ്കിൽ എന്ത് പറ്റിയടി, ആകെ കോലം കെട്ടുപോയല്ലോ എന്ന് ചോദിച്ച അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു വേളയാണ് മാർച്ച് 29 ശേഷം. അതിനൊക്കെ മാറ്റം വരാൻ പോകുകയെന്ന് വളരെ നല്ല സമയമാണ്. എങ്ങനെയൊക്കെ നിങ്ങൾ സന്തോഷത്തോടെയാണോ കുട്ടിക്കാലം കഴിഞ്ഞ് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാലം വരെ ഈ ശനിദശ നിങ്ങളെ ബാധിക്കുന്നതിന് മുന്നേ വരെ കഴിഞ്ഞത്, അതുപോലെയുള്ള സന്തോഷകരമായ ജീവിതം ഇനി ഈ മാർച്ച് 29 ശേഷം നിങ്ങളെ കാത്തിരിക്കുകയാണ്. രേവതിയാണ് അടുത്ത നക്ഷത്രം. ശനിദോഷം പാടെ വിട്ടകലുന്ന ഒരു സമയമാണ് രേവതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർഷമാണ് രേവതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ബുധനാണ് രേവതി നയിക്കുന്ന നക്ഷത്രം. ബുദ്ധിക്ക് ഉണർവുണ്ടാകുന്ന സമയമാണ്. ധനവരവ്, കീർത്തി, ബഹുമാന്യത, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, അതായത് മക്കളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ പുതിയൊരു ഗൃഹത്തിലേക്കുള്ള പ്രവേശനമാകാം, പാലുകാച്ചൽ, അങ്ങനെ തുടങ്ങി ഏത് വിധ കാര്യങ്ങളായാലും മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകാനും സാക്ഷ്യം വഹിക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം ഈ സമയത്തുണ്ടാകുന്നുണ്ട്. ഈ ഒരു കുറഞ്ഞ കാലം മുതൽ
രേവതി നക്ഷത്രക്കാർ ആളുകളുമായി ഇത്ര മിങ്കിൾ ചെയ്യാൻ ഉള്ള പ്രയാസങ്ങൾ നിമിത്തം മാറി നിൽക്കുകയാണ്. കാരണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല വിധത്തിൽ മറ്റുള്ളവരുമായി അടുത്തിടപഴകാനുള്ള അവസരം നിങ്ങളായിട്ട് തന്നെ ഒഴിവാക്കുക. കാരണം മനസ്സിന് സന്തോഷമില്ല. മനസ്സിന് സന്തോഷം വരുമ്പോഴാണ് നമുക്ക് ചുറ്റുപാടിലേക്ക് ഇറങ്ങി ചെല്ലാനും മറ്റൊരാളുമായി സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേൾക്കാനും ചിരിക്കാനും ഒക്കെ തോന്നുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നുമില്ല, സന്തോഷമില്ല. വീട്ടിലേക്ക് വന്നാൽ ഒരു മുറിയിൽ അടച്ചിരിക്കുക, അല്ലെങ്കിൽ ആകെ ഒരു ഉൾവലിഞ്ഞ അവസ്ഥ. ഇന്നലെ വരെ ആക്റ്റീവായിരുന്നൊരു വ്യക്തി ഇന്ന് ഒരു ആക്ടിവിറ്റി ഇല്ല, ആകെ ഒരു ഉൾവലിഞ്ഞ അവസ്ഥയിലേക്ക് ഒരു ചുറ്റുമുള്ളവർ തന്നെ പറയാറുണ്ട് സന്തോഷമായിരുന്നവനാണ് പെട്ടെന്ന് എന്തു പറ്റിയെന്നത്. അത് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് മാത്രം അറിയുന്നതാണ്. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ തരണം ചെയ്ത് നിങ്ങളുടെ മുഖത്തിൽ പോലും അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം അതുപോലെ നല്ല ആക്റ്റീവായിരുന്ന ഒരാൾ പെട്ടെന്ന് ഡള്ളാകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുമല്ലോ. നമ്മൾ ഒരു ബ്യൂട്ടി രീതിയിൽ പറയുകയാണെങ്കിൽ കണ്ണ് കുഴിഞ്ഞു പോയല്ലോ, മുഖത്ത് കറുപ്പായല്ലോ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് ശാരീരികമായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു അവസ്ഥയ്ക്കൊക്കെയും ഇവിടെ മാറ്റം വരികയാണ്. കാരണം ശനി നിങ്ങളിൽ നിന്ന് ആ ഒരു കാർമേഘത്തെ എടുത്തു മാറ്റി ശനി മാറിപ്പോവുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാം. 2 വ്യക്തികൾ നിൽക്കുന്നു, നമ്മുടെ മുന്നിൽ ഭയങ്കര ഒരു ഹിമവാനം അല്ലെങ്കിൽ ഒരു പാറ നിൽക്കുന്നെന്ന് കരുതുക. ആ ഒരു ഇരുട്ട് നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. ആ പാറ അവിടുന്ന് മാറുക, അല്ലെങ്കിൽ ആ ഒരു മറ മാറുമ്പോൾ നമ്മൾക്ക് തെളിയുവാനും നമ്മളുടെ ഉള്ളിലെ ആ ഒരു സന്തോഷമൊക്കെ, നമ്മളുടെ മറഞ്ഞിരുന്ന ആ സന്തോഷമൊക്കെ പുറത്തു വരാനും ഒക്കെ ഇവിടെ ഒരു അവസരങ്ങൾ ഇനി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷിക്കാനുള്ള സമയമൊക്കെ രേവതി നക്ഷത്രക്കാർ വരികയാണ്. കുടുംബത്തിലേക്ക് പുതിയ അതിഥികൾ കൂടി വന്നെത്താനുള്ള ഒരു ഭാഗ്യവും, അതായത് വിവാഹം നിമിത്തമാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ ജനനമാകാം, അല്ലെങ്കിൽ പുതിയൊരു വാഹനമാകാം. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ കൃത്യത്തിലേക്ക് വരാനുള്ളൊരു ഭാഗ്യമൊക്കെ ഈ സമയത്ത് മാർച്ച് 29 ശേഷം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ഈ 2025 എന്ന മഹത്വപൂർണ്ണമായ വർഷത്തിൽ ശനിദോഷത്തിൽ നിന്ന് മുക്തരാകാൻ പോകുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. നന്ദി.